നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന GST എമൗണ്ട് നിങ്ങളുടെ ബിസിനസിന്റെ GST അടക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇതിന് ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു പാസഞ്ചർ വെഹിക്കിൾ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ, കാറോ SUV അതുപോലുള്ള വെഹിക്കിൾസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നോർമലായി 13 സീറ്റിന് മുകളിലുള്ള പാസഞ്ചർ വെഹിക്കിൾസിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനു താഴെയാണ് ഒട്ടുമിക്ക എല്ലാ കാറുകളും SUV വാഹനങ്ങളും നമ്മുടെ ട്രാവലിംഗ് ആവശ്യത്തിന്, പേഴ്സണൽ ട്രാവലിംഗ് ആവശ്യത്തിനും അത്യാവശ്യം ബിസിനസ് ട്രാവലിംഗിനും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും ഈ കാറ്റഗറിയിലാണ് വരുന്നത്. അതിനാൽ തന്നെ ഇതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. 13 സീറ്റിന് മുകളിൽ എന്ന് പറയുമ്പോൾ മിനി ബസ്, ട്രാവലർ അതുപോലുള്ള വെഹിക്കിൾസ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് പാസഞ്ചർ ക്യാരി ചെയ്യുന്ന പാസഞ്ചറെ എടുക്കുന്ന വാഹനങ്ങൾ ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സന്ദർഭം ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ റെന്റഡ് കാർ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കാർ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബിസിനസ് ആണെങ്കിൽ ആ കാർ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് കൊടുത്ത GST ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാർ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അതിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാറുകളുടെ GST ഇൻപുട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അല്ലാതെ പക്ഷം ഒരു വാഹനങ്ങൾക്കും 13 സീറ്റിന് താഴെയാണെങ്കിൽ, പാസഞ്ചറെ ക്യാരി ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ GST ഇൻപുട്ട് എടുക്കാൻ സാധിക്കില്ല. കൂടുതൽ ഇതുപോലുള്ള GST ബിസിനസ് റിലേറ്റഡ് വീഡിയോസിനായി ഫോളോ ചെയ്യൂ.